ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ കൂടെ കാണിക്കുന്നത് നമുക്ക് വീട്ടിലുള്ള ഒരു 4 ചേരുവ മതി. അത് വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ടുള്ളൊരു നെയ്യപ്പം പോലത്തെ ഒരു അപ്പമാണ് ഉണ്ടാക്കുന്നത്. ഇതിന് മാക്സിമം ഒരു അരമണിക്കൂർ നമ്മൾ ചിലവഴിച്ചാൽ മതി. നല്ല ടേസ്റ്റായിട്ടുള്ള അപ്പം ഉണ്ടാക്കിയെടുക്കാം. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ അരി കുതിർക്കോ അരയ്ക്കോ ഒന്നും ആവശ്യമില്ല. അതായത് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു അപ്പം തന്നെ പറയാം. അത്രയും ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ ഈ 4 മണി പലഹാരം എങ്ങനെ ഉണ്ടാക്കണമെന്ന് കാണിച്ചു തരട്ടെ. ഇതിന് വേണ്ടിയിട്ട് വീട്ടിൽ സാധാരണ എല്ലാവരുടെ വീട്ടിലും കാണുന്ന 4 ചേരുവകളാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതെന്തൊക്കെയാണെന്ന് പറയാം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് ഈ സൈസിലുള്ള കപ്പാണ്. നിങ്ങൾക്ക് ഏത് അളവിലാണ് വേണ്ടത് ആ അളവിൽ നിങ്ങൾക്ക് എടുക്കാം. ആദ്യം തന്നെ ഒരു ബൗൾ എടുക്കുക. എന്നിട്ട് അതിലേക്ക് ഈ കപ്പ് കൊണ്ട് 1 കപ്പ് ഗോതമ്പ് പൊടി ഇടുന്നുണ്ട്. അതേ കപ്പിൽ തന്നെ 1 കപ്പ് മൈദ എടുക്കുന്നുണ്ട്. അതേ അളവിൽ തന്നെ റവ എടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് എടുക്കുന്നത് 1.5 കപ്പ് പൊടിച്ച ശർക്കരയാണ്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു വിസ്ക് ഉപയോഗിച്ചിട്ട് ഇളക്കി കൊടുക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം പെട്ടെന്ന് നമുക്ക് കലക്കിയെടുക്കാൻ പറ്റും. ഇനി മാവാക്കി എടുക്കണ്ടേ, അതിന് വേണ്ടിയിട്ട് ഞാനിതിലേക്ക് ഒഴിക്കുന്നത് ഇളം ചൂടുവെള്ളമാണ്. നമ്മൾ കൈ ഇങ്ങനെ വെച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ ചൂട് തോന്നിക്കണം, അത്ര മതി. ഈ റവയൊക്കെ ഇട്ടിട്ടുള്ളതല്ല, അതൊക്കെ ഒന്ന് കുതിർന്ന് കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചൂടുവെള്ളം ഉപയോഗിക്കുന്നത്. ഇപ്പം ഞാനിത് എല്ലാം കൂടെ 3 കപ്പല്ല എടുത്തിരുന്നത്. 1 കപ്പ് റവയും 1 കപ്പ് മൈദയും 1 കപ്പ് ഗോതമ്പ് പൊടിയും. അപ്പം ഞാനിതിലേക്ക് ഇപ്പോൾ 2.5 കപ്പ് വെള്ളം ഒഴിച്ച് ഞാൻ കുറേശ്ശെ ഒഴിച്ച് കലക്കുന്നുണ്ട്. നിങ്ങൾക്ക് എത്ര വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒഴിച്ച് കലക്കിയെടുക്കുക. വെള്ളം കൂടി പോകാൻ പാടില്ല. കൂടി പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ എണ്ണയിലിടുമ്പോൾ അത് പിരിഞ്ഞ് വരും. അപ്പോൾ ആദ്യം തന്നെ കുറേശ്ശെ ഒഴിച്ചിട്ട് ഇതിൻ്റെ പരുവെന്ന് പറഞ്ഞത് ദോശമാവിനേക്കാളും കുറച്ചും കൂടി കട്ടിയിൽ വേണം. അതാണ് അതിൻ്റെ ഒരു പരുവം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഞാൻ ഇതിങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട്. നല്ലോണം കലക്കിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിന് നല്ലോണം കലക്കിയതിന് ശേഷം നമുക്കിതൊരു 20 നിമിഷം നേരം ഒന്ന് മൂടി വെച്ച് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അങ്ങനെ 20 നിമിഷം കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോൾ ഇതാണ് അതിൻ്റെ പരുവായിട്ടുള്ളത്. കുറച്ച് കട്ടിയായിട്ടുണ്ട്. റവയൊക്കെ കുതിർന്നപ്പോൾ നല്ല വെള്ളമൊക്കെ ഒന്ന് വറ്റി കുറച്ച് കട്ടിയായിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ലൂസാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഇളം ചൂട് വെള്ളം തന്നെ ഒഴിച്ച് ഒന്നും കൂടി അത് ലൂസാക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ഏകദേശം 3 കപ്പോളം തന്നെ വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നല്ലോണം കലക്കിയെടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ദോശമാവിനേക്കാളും കുറച്ചും കൂടിയും കട്ടിയിലുള്ള ഒരു പരുവത്തിലാണ് ഉള്ളത്. ഇതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് സ്വാദ് കൂട്ടാനായിട്ട് കുറച്ച് ഐറ്റംസ് ചേർക്കുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1/2 ടീസ്പൂണ് ഏലക്ക പൊടിച്ചതും പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പും ചേർക്കുന്നുണ്ട്. മധുരം ഉണ്ടാക്കുന്നതല്ലേ. പിന്നെ അതിലേക്ക് 1 ടീസ്പൂണ് എള്ള് ഞാൻ കഴുകി എടുത്തിട്ടുണ്ടായിരുന്നു, അതും ചേർക്കുന്നുണ്ട്. ഇതൊക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എള്ള് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇട്ടാൽ മതി, ഇല്ലെങ്കിൽ അത് വേണ്ടെന്ന് വയ്ക്കാം. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഒരു 2 ടീസ്പൂണ് നെയ്യാണ്. ഇതും ഓപ്ഷണലാണ് കേട്ടോ. ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി, നിർബന്ധമില്ല. അപ്പോൾ ഞാൻ ഇതിലേക്ക് 2 ടീസ്പൂൺ നെയ്യും ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഇതെല്ലാം ചേർത്ത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു ഐറ്റം കൂടി ചേർക്കുന്നുണ്ട്, ബേക്കിംഗ് സോഡ. ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുള്ളിൽ ഞാൻ ചീനച്ചട്ടി എണ്ണ ഒഴിച്ച് ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. എണ്ണ ചൂടായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊക്കെ നമ്മൾ കലക്കിയെടുത്തിട്ടുണ്ടല്ലോ, ഇത് ഇളക്കിയതിന് ശേഷം ഉണ്ടാക്കി തുടങ്ങാം. ഇനി ഇതുണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തീയാണ്. അതായത് നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലോണം എണ്ണ ചൂടാക്കിയെടുക്കുക. അതിന് ശേഷമാണ് നമ്മൾ കോരി ഒഴിക്കുന്നത്. ഈ കോരി ഒഴിക്കുന്ന സമയത്ത് ഫ്ലെയിം വന്നിട്ട് സിമ്മിലിരിക്കണം. അതിന് ശേഷം കോരി ഒഴിച്ചതിന് ശേഷം നമുക്ക് വീണ്ടും മീഡിയം ഫ്ലെയിമിലേക്ക് വെക്കാം. ഇങ്ങനെ വെക്കുമ്പോഴാണ് നമ്മുടെ അപ്പം നല്ലോണം വീർത്ത് കിട്ടുക. അല്ലെങ്കിൽ ശരിയാവില്ല, അപ്പം ശരിക്ക് വീർത്ത് വരില്ല. അപ്പോൾ ഈ ടിപ്പൊന്ന് മനസ്സിൽ വെച്ചിട്ടുണ്ടാക്കണേ. എന്നിട്ട് ഇതേമാതിരി നമുക്ക് ഒരു സൈഡ് വേകുമ്പോൾ അടുത്ത സൈഡ് മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ 2 സൈഡും നല്ലോണം വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് കോരിയെടുക്കാം. കോരിയെടുക്കുമ്പോൾ നമ്മൾ എണ്ണയിൽ നിന്ന് കോരിയെടുക്കുമ്പോൾ വേറൊരു ഫിൽറ്ററിൻ്റെ ഒരു കരണ്ടി വെക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ അതിലേക്ക് കോരിയിടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എണ്ണ പെട്ടെന്ന് വാർന്ന് കിട്ടും. അപ്പോൾ അങ്ങനെയൊന്നും ചെയ്ത് നോക്കുക. അങ്ങനെ നമ്മുടെ അടിപൊളി അപ്പം റെഡി ആയിട്ടുണ്ട്. കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമാണ്. അപ്പോൾ ഇത് എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത്